സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി 11 ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിലും മഴ കനക്കും. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണ്? നീലിമ, തെക്കൻ ഒഡീഷയ്ക്ക് മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ ജൂലൈ 24ഓടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദവും രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളും പരിഗണിച്ചാണ് വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ശക്തമാകുക എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ടും ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ടും നിലനിൽക്കുന്നു. നാളെയും സംസ്ഥാനത്തെ 12 ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലവും ഒഴിച്ചുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലും സമാനമായ നിരവധി ജില്ലകൾ, കേരളത്തിലെ ഏതാണ്ട് ഭൂരിപക്ഷം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ അടുത്ത 2-3 ദിവസത്തേക്ക് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. 24-ാം തീയതി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാഹചര്യം പരിഗണിച്ച് 25 വെള്ളിയാഴ്ച കേരളത്തിലെ എല്ലാ ജില്ലകളിലും, മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഈ ചക്രവാത ചുഴിയുടെയും അതോടൊപ്പം തന്നെ ഇനി രൂപപ്പെടാൻ പോകുന്ന ന്യൂനമർദ്ദത്തിൻ്റെയും സ്വാധീന ഫലമായി കൂടിയാണ് കേരളത്തിൽ മഴ മുന്നറിയിപ്പ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളുടെ വിവിധ തീരങ്ങളിൽ ശക്തമായ കടലാക്രമണത്തിനുമൊക്കെയുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നീലിമ.